ഓക്കെ റൈറ്റ്. അപ്പോൾ ഒരു പരിപാടി കഴിഞ്ഞ് അതിൻ്റെ ക്ഷീണക്കം മാറി അടുത്ത് നമ്മുടെ പ്രൗഢഗംഭീരമായ മനോഹരമായ പരിപാടിയിലേക്ക് സ്പ്രിംഗ് അപ്പ് 2025 വേദിയിലേക്ക് ഹൃദയത്തോടു കൂടി നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ഇത് തിരൂരാണ്. ഒരുപാട് മലപ്പുറത്തിൻ്റെ മഞ്ചുള്ള മനോഹരമായിട്ടുള്ള തിരൂരിൻ്റെ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ കഥ പറയുന്ന സ്മാരകമായിട്ടുള്ള ചരിത്രമുറങ്ങുന്ന തിരൂരിൻ്റെ തുഞ്ചത്ത് മലയാള അക്ഷരപിതാവിൻ്റെ നാടായിട്ടുള്ള തിരൂരിൻ്റെ വാഗൺ ട്രാജഡി ഹാളിലെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരുപാട് സ്മാരകങ്ങൾ, ഒരുപാട് ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി മരണപ്പെട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരുപാട് സ്മാരകങ്ങളൊക്കെയുള്ള വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ വാഗൺ ട്രാജഡി ഹാളിൽ കൂടിയിട്ടുള്ളത്. ഇത് സ്വീസ് 2025 സ്പ്രിംഗ് അപ്പ് 2025 പരിപാടിയിലാണ് നിങ്ങളൊക്കെ കൂടിയിട്ടുള്ളത്. ഇവിടെ ഇരിക്കുന്ന ആരും നമ്മുടെ സ്റ്റുഡൻസ് അല്ല, മറിച്ച് സ്വീസിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അതിന് മനോഹരമായിട്ടുള്ള ആശയങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അതിലെ ഒരുപാട് കാര്യങ്ങളിലൂടെ വളർച്ചയ്ക്ക് വേണ്ടി സ്വീസിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മുന്നോട്ട് വന്ന് ഞങ്ങളോട് ചേർന്ന് നിന്നിട്ടുള്ള നമ്മുടെ ഹോം അക്കാഡമി ഹെഡുമാർ, കോർഡിനേറ്റേഴ്സുകൾ, പ്രൊമോട്ടർമാർ പോലെയുള്ള ഒരുപാട് ആളുകൾ അടങ്ങുന്ന ഒരു വേദിയാണ്. സോ നിങ്ങൾക്കുള്ള ഒരു ഫ്രഷപ്പിൻ്റെ അല്ലെങ്കിൽ എന്താ പുതിയ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കാൻ പറ്റുന്ന വളരെ ഗംഭീരമായിട്ടുള്ള പരിശീലനങ്ങളൊക്കെ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യും. അതുപോലെ തന്നെ ഞങ്ങളെ കൂടെ നിന്നതിനുള്ള അംഗീകാരത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന അനുമോദിക്കുന്നതിനൊക്കെയുള്ള ചടങ്ങാണ് ഇന്നിവിടെ നടക്കാനിരിക്കുന്നത്. എന്താണ് സ്വീസ് അല്ലെങ്കിൽ എന്തായിരുന്നു സ്വീസ് എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. പുതിയ ആശയങ്ങൾ, പുതിയ വരാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളോട് കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മനോഹരമായിട്ടുള്ള വാഗൺ ട്രാജഡി ഹാളിൽ നിങ്ങളൊക്കെ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള നീണ്ടു കിടക്കുന്ന ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ജില്ലകളിൽ എല്ലാ വ്യത്യസ്ത ജില്ലകളിൽ നിന്നും ഇന്ന് വന്നിട്ടുള്ള ഇന്നലകൾ ഇവിടെ രാത്രി താമസിച്ച് വന്നിട്ടുള്ള എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വീസിന് വേണ്ടി നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം മറ്റാരുമില്ല, നമ്മൾ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്ന സ്വീസ് എറ്റക്കിൻ്റെ CEO ചെയർമാൻ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ CPM ഹാരിസ് അവറുകളെയാണ്. ഒരു മുഖവരമില്ലാതെ വളരെ സന്തോഷത്തോടെ ഈ മനോഹരമായിട്ടുള്ള വേദിയിലേക്ക് തിരുനാവായി എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ നിന്ന് ബാംഗ്ലൂർ മെട്രോ സിറ്റിയിലേക്ക് പടുത്തുയർത്തിയ സ്വീസിൻ്റെ വലിയൊരു വിദ്യാഭ്യാസ പ്രസ്ഥാനം ഇന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ അമരക്കാരെന്ന് ഉറക്കെ നമുക്ക് പറയാം. സോ ശ്രീ CPM ഹാരിസ് സർ, വെൽക്കം ദ സ്റ്റേജ്. താങ്ക് യു വെരി മച്ച്. അടുത്തത് ഞാൻ ഈ വേദിയിൽ വിളിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ വളരെ മനോഹരമായിട്ടുള്ള ഒത്തിരി തരംഗങ്ങൾ സൃഷ്ടിച്ച് സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാം എടുത്ത് കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ അതിന് മനസ്സിലാകാൻ പറ്റും. ChatGPTയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ബെസ്റ്റ് സെയിൽസ് ട്രെയിനർ ഓഫ് ദ കേരള ആൻഡ് അവർ ഇന്ത്യ, ദാറ്റ് ഈസ് ഡോക്ടർ ഷൈജു മാരാർ. അദ്ദേഹമാണ് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ മുഖ്യ ആകർഷകനായിട്ടുള്ള ഡോക്ടർ ഷൈജു മാരാർ. അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് സെഷൻസുള്ള കുറച്ച് സമയത്തിന് ശേഷം ഉണ്ടായിരിക്കും, പക്ഷേ അദ്ദേഹത്തെ ഒഫീഷ്യലായിട്ട് ഇന്നത്തെ ഈ പരിപാടിയുടെ മനോഹരമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങിൽ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ നിറസാന്നിധ്യത്തോടുകൂടി തിരൂരിൻ്റെ മണ്ണിലേക്ക് ഹൃദയത്തോട് ചേർന്ന് സ്വാഗതം ചെയ്യണം. സോ ദിസ് ഈസ് ഡോക്ടർ ഷൈജു മാരാർ. ദ നെക്സ്റ്റ് ഐ ഇൻവൈറ്റ് നമ്മുടെ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്ററും അതുമാത്രമല്ല നമ്മുടെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് ക്യാമ്പുകളൊക്കെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ക്യാമ്പുകൾ എടുത്ത പരിശീലകന്മാരായ 2 ആളുകളുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഭാവ് മാസ്റ്ററെ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം. സോ പ്ലീസ് ജോയിൻ ഭാവ് മാസ്റ്റർ ദ സ്റ്റേജ്. നമുക്കറിയാം ഇദ്ദേഹത്തിൻ്റെ ക്യാമ്പുകളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് വളരെ മനോഹരമായിട്ട് അനുഭവങ്ങൾ പങ്കുവെക്കുന്ന നമ്മുടെ സ്വീറ്റ്സിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ വളരെ സന്തോഷം നിറഞ്ഞ വാക്കുകളാണ് നമ്മുടെ ഭാവ് മാസ്റ്ററെ പറ്റി പറയാനുള്ളത്. സോ വൺസ് അഗെയിൻ വെൽക്കം ഭാവ് മാസ്റ്റർ ടു ദി ഷോ. വെൽക്കം സാർ. സാറിൻ്റെ രചനയിൽ നിറഞ്ഞ ആ ഒരു ഗംഭീരമായിട്ടുണ്ടായിരുന്നു. താങ്ക് യു. റൈറ്റ്, താങ്ക് യു സാർ. നെക്സ്റ്റ് ഐ ഇൻവൈറ്റ് അവർ ട്രെയിനർ ആൻഡ് എഡ്യൂക്കേറ്റർ റിഫ സാർ. വെൽക്കം റിഫ സാർ. ഭാവ് മാസ്റ്ററും റിഫ സാറുമാണ് നമ്മുടെ ക്യാമ്പുകളൊക്കെ വളരെ മനോഹരമായിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. So welcome Bhav Master on the stage. Welcome Professor. Next I invite Director Swiss EdTech, our beloved Yunus Sipi. Welcome to the stage, Yunus Sipi. So here is നമ്മുടെ ചെറുപ്പക്കാരനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട യൂനസ് സിപി, ഡയറക്ടർ ഓഫ് സ്വീസ് EdTech. താങ്ക് യു. വെൽക്കം.
The next I invite our academic PRO academy organization, Ruxana ma'am. Please welcome Ruxana ma'am. Our academic operation manager ആണ് റുക്സാന മാം. ഒരുപാട് ആളുകൾ കോൺടാക്ട് ചെയ്യുന്ന അക്കാഡമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന our beloved academic operation manager Ruxana Ziad. Please welcome the stage. Welcome ma'am. Right, please. Next I invite our PRO of Swiss Attack, Samir sir. Please join with us, Samir sir. Samir sir നമ്മുടെ എല്ലാ പ്രോഗ്രാമിലെയും മനോഹരമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട PRO ആണ്. So welcome Samir sir to the stage. Welcome Samir sir. Thank you. Next I invite നമ്മുടെ സ്വീസിൻ്റെ പില്ലേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ഹോം അക്കാഡമികളുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ എല്ലാ ഹോം അക്കാഡമി ഹെഡുകളെയും പേര് വിളിക്കാതെ തന്നെ ഓരോരുത്തരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം. സോ പ്ലീസ് നല്ലൊരു കയ്യോടിയോടുകൂടി നമ്മുടെ എല്ലാ ഹോം അക്കാഡമി ഹെഡുകളെയും ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം. പ്ലീസ് ജോയിൻ. എല്ലാവർക്കും കാണുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ്. സോ വെൽക്കം. ഓക്കെ, ഇനി ചെറിയ റിക്വസ്റ്റാണ്. നേരത്തെ 2-3 തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയുണ്ടായിരിക്കും അല്ലേ. നല്ല മനോഹരമായിട്ടുള്ള ആളുകളൊക്കെ ഇരിക്കുന്നു, എല്ലാവരും അടിപൊളി സ്റ്റൈലിരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടുന്ന് കാണുമ്പോൾ എന്താണെന്നറിയോ, ഒരു ചെയർ വിട്ട് 3 ചെയർ വിട്ട് അവിടെ ആരെങ്കിലും നിങ്ങൾ കാത്തിരിക്കുകയാണോ, ആരെങ്കിലും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. കുഴപ്പമില്ല, എല്ലാവരൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന അടിപൊളി. നമുക്ക് ഉള്ള ആ സീറ്റുകളൊന്ന് ഫില്ലായിട്ടിരിക്കുക എന്നുള്ള പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യണം. പ്ലീസ് ഒന്ന് എല്ലാവരും ഒന്ന് റിക്വസ്റ്റ് സ്വീകരിക്കുന്ന വിശ്വസിക്കുകയാണ്. നിങ്ങൾ തന്നെയാണ് ഇവിടുത്തെ വോളണ്ടിയേഴ്സ്, വേറെ ആരും നിങ്ങളോട് പറഞ്ഞിട്ട് മാറിയിരിക്കുന്നതും പറയില്ല. ഓക്കെ, ഒന്ന് എല്ലാവരും ഒന്ന് ഫില്ല് ചെയ്തിരുന്നാൽ ഭയങ്കര മനോഹരമായിരിക്കും ഈ ഒരു വേദി എന്ന് പറയുന്നത്. സോ പ്ലീസ് റൈറ്റ്. നമുക്ക് ഈ പരിപാടിയുടെ സ്വാഗത പ്രഭാഷകൻ നമ്മുടെ സ്വീസ് ടെക്കിൻ്റെ PRO ശ്രീ സമീർ അയ്യപ്പള്ളി, അദ്ദേഹത്തെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. പ്ലീസ്. ഘടകനും സ്വീസ് എന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനും നമ്മുടെ പ്രിയങ്കരനായ CEO, ഫൗണ്ടർ, ചെയർമാൻ CP മുഹമ്മദ് ഹാരിസ് സാർ, പ്രിയമുള്ള ഈ യോഗത്തിൻ്റെ അധ്യക്ഷ ബഹുമാന്യയായ റുക്സാന മാം, ഇന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഷൈജു മാരാർ സാർ, പ്രിയങ്കരായ മുഹമ്മദ് ബാബ സാർ, റിഫ സാർ, സീസണിൻ്റെ ഡയറക്ടർ യൂനസ് സാർ, മറ്റു ഹോം അക്കാഡമിയുടെ ഹെഡുമാർ, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കോർഡിനേറ്റേഴ്സ്, പ്രൊമോട്ടേഴ്സ്, മറ്റു അൺഒഫീഷ്യൽ സ്റ്റാഫ്, വളരെ മനോഹരവും ഏറെ അഭിമാനകരവുമായിട്ടുള്ള ഒരു ചടങ്ങിനാണ് നാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സീസണെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കാലത്തെ ചരിത്രത്തിനിടയിൽ സീസ് നേടിയ വളർച്ചയിലെ മുഖ്യ കണ്ണികളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രൊമോട്ടർമാരും കോർഡിനേറ്റർമാരും മറ്റു ലീഡേഴ്സുമൊക്കെ. അവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെ ഒരു ഫാമിലി എന്നോണം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന യാത്ര അത് വിജയം കണ്ടു കഴിഞ്ഞു. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഹാരിസാറ് പറയാറുള്ളത് പോലെ സീസണിൻ്റെ വളർച്ച ഇനിയും ഒരുപാട് താണ്ടാനുണ്ട്. നമ്മൾ വളർന്നു കഴിഞ്ഞു എന്ന് കരുതി നമ്മളാരും വിശ്രമിക്കുന്നില്ല. കാരണം ബഹുമാനനായ ഹാരിസാർ നിർവഹിച്ചു പോരുന്ന ഒരു സാമൂഹികമായ ഒരു പരിഷ്കാരം, വിദ്യാഭ്യാസ രംഗത്തുള്ള പരിഷ്കാരങ്ങൾ, ഇതിൽ ഇന്നൊരു പക്ഷേ സർക്കാർ തലത്തിൽ തന്നെ നിർവഹിക്കപ്പെടേണ്ടുന്ന ഉത്തരവാദിത്വം ഒറ്റക്ക് തോളേറ്റി ഒരാൾ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളുടെ ഉന്നമനം, സ്ത്രീകളുടെ വിദ്യാഭ്യാസം, സ്ത്രീകളുടെ സുരക്ഷിതത്വം തുടങ്ങി ഒരുപാട് ലക്ഷ്യത്തോടുകൂടെ രാജ്യത്തിനകത്തും പുറത്തുമായി വിവിധ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന ഒരു വലിയ പ്രസ്ഥാനമായിട്ട് സീസ് വളർന്നു കഴിഞ്ഞു. ഇനിയും അദ്ദേഹം പറയാറുള്ളത് പോലെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ വളർച്ച ഇവിടെയും കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇന്ത്യക്കകത്തും പുറത്തുമുള്ള സ്ത്രീകളെ എത്തിക്കാൻ കഴിയുന്ന അത്രയും രംഗത്തേക്ക്, സ്ത്രീകളെ പുരോഗതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ആ നിലയ്ക്ക് ഏറ്റവും നൂതനമായ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ പുതിയ പരിഷ്കാരങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്ന് ആധുനികമായ സൗകര്യങ്ങളോട് കൂടി വിദ്യാർത്ഥികൾക്ക് നൽകുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൻ്റെ കൂടെ നിൽക്കുന്നവരാണ് ഞാനും നിങ്ങളും അടക്കുന്ന അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള എല്ലാവരും. അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്ന് അദ്ദേഹം കാലങ്ങൾക്കപ്പുറത്തേക്ക് തൻ്റെ ചിന്തകളെ പായിപ്പിച്ച് ഒരുപാട് കാര്യങ്ങൾക്ക് 2-3 വർഷങ്ങൾ അപ്പുറത്തേക്ക് നടക്കേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ തീരുമാനിച്ച് അത് ഇംപ്ലിമെൻ്റ് ചെയ്ത്
വളരെ മനോഹരമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിലാണ് ഞാനും നിങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറെ അഭിമാനം തോന്നുന്നത് നിങ്ങളുടെ മുന്നിൽ ഈ വേദിയിൽ അണിനിരന്നിട്ടുള്ള നിങ്ങളുടെ ഹോം അക്കാഡമിയുടെ ലീഡേഴ്സ് അഭിമാനത്തോടു കൂടെയാണ് അവരിവിടെ ഇരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ സീസിൻ്റെ കൂടെ പ്രയാണം തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായെങ്കിലും ഇന്ന് അവരുദ്ദേശിച്ച ലെവലിലേക്ക് അവരെത്തിക്കഴിഞ്ഞു. നാളെ ഇനിയും ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കേണ്ടവരുമാണ്. സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇന്ന് കൂടിയിട്ടുള്ള മുഴുവൻ ആളുകളും ഇത് സ്പ്രിംഗ് അപ്പ് അഥവാ ലീഡേഴ്സ് മീറ്റ് എന്നാണ് ഇതിന് പേരിട്ടിട്ടുള്ളത്. നിങ്ങളൊക്കെ സീസണെ സംബന്ധിച്ചിടത്തോളം ലീഡേഴ്സാണ്. സ്ഥാപനത്തിന് ഹാരിസ് സാറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ചെങ്കിലും അത് നടപ്പിലാക്കുന്നിടത്ത് ഏറ്റവും വലിയ പ്രാധാന്യം നൽകുന്ന ഒരു വിഭാഗമാണ് ഇവിടെ കൂടിയിട്ടുള്ള നിങ്ങൾ ലീഡേഴ്സ് എല്ലാവരും. പ്രത്യേകിച്ച് പ്രൊമോട്ടർ തൊട്ട് കോർഡിനേറ്ററും ഹോം അക്കാഡമിയും വരെയുള്ള എല്ലാവരും സീസണെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സീസണിൻ്റെ നട്ടെല്ലുകളാണ്. നിങ്ങളിലൂടെയാണ് വിദ്യാർത്ഥികൾ കടന്നു വരുന്നത്. നിങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് സ്ഥാപനത്തെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. നിങ്ങളാണ് സ്ഥാപനത്തിൻ്റെ ഗുണദോഷങ്ങളെ മറ്റുള്ള സ്ഥാപനങ്ങളുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മുഖ്യ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. ആ നിലയിൽ നിങ്ങളെ ഇവിടെ അംഗീകരിക്കപ്പെടുന്നു, ആദരിക്കപ്പെടുന്നു, ബഹുമാനിക്കപ്പെടുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷം. ഏതായിരുന്നാലും നിങ്ങളുടെ ഈ പ്രയാണം ഇനിയും സീസണിൻ്റെ കൂടെ തന്നെ ഉണ്ടാകണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കാം. സ്പ്രിംഗ് അപ്പ് 2025 നമുക്കറിയാം, നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പലരും നേരിട്ട് കാണാനുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. ആ ഒരവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തുക എന്നുള്ളതാണ്. ഇവിടെ ഒരു കുടുംബ സംഗമം പോലെയാണ് ഇവിടെ ഈ പ്രോഗ്രാം സംഗമിച്ചിട്ടുള്ളത്. നിങ്ങളുടെ രക്ഷിതാക്കൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ തുടങ്ങി എല്ലാവരും പങ്കെടുക്കുന്ന ഒരു പരിപാടി. പരസ്പരം കാണാനും സംവദിക്കാനും നമ്മളുമായി ബന്ധപ്പെട്ടുമായ ആളുകളൊക്കെ പരിചയം പുതുക്കാനും ഒക്കെ വേണ്ടിയാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. ഒരു ഔപചാരിക പരിപാടികൾക്കപ്പുറം അതൊരു കുടുംബ സംഗമം പോലെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മുടെ പ്രിയങ്കരനായ ചെയർമാൻ എല്ലാ വേദികളിലും, ക്യാമ്പുകളാവട്ടെ, ലാബുകളാവട്ടെ, ഇതുപോലെയുള്ള ഗെറ്റ് ടുഗദറുകളാവട്ടെ, എല്ലായിടത്തും അദ്ദേഹം കൊണ്ടു നടക്കുന്ന ഒരു ശീലം അതാണ്. ഇതൊരു കുടുംബ സംഘമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹാരിസ് സാറിൻ്റെ കൂടെ കൂടി നമുക്ക് ആർക്കും പരാജയം സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ പ്രിയങ്കരിയായ ഷേദോ മേനോൻ നമ്മുടെ അംബാസഡറായി വന്നു, പ്രഥമ പ്രസിഡൻ്റായി അമ്മ എന്ന അസോസിയേഷൻ്റെ ഇവിടെ വന്നൊരു പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്ത് അവർ ഇലക്ഷനിൽ മത്സരിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും വിജയിച്ചപ്പോൾ സ്റ്റാറ്റസൊക്കെ വെച്ചു. സീസണിൻ്റെ ഭാഗത്ത് നമ്മളെല്ലാവരും സ്റ്റാറ്റസൊക്കെ വെച്ച് വളരെയേറെ സന്തോഷം പ്രകടിപ്പിച്ചു. ഇതിനു മുന്നേ അവർ മത്സരിക്കുന്ന സമയത്ത് നമുക്കിടയിൽ യാത്രക്കിടയിലൊക്കെ എപ്പോഴും ഹാരിസ് സാറ് പറയാറുള്ളൊരു കാര്യമാണ്, മേനോൻ, ഷേദാ മേനോൻ എങ്ങനെയെങ്കിലും വിജയിച്ചിരുന്നെങ്കിൽ നമുക്കതൊരു ഗുണമായിരുന്നേനെന്ന്. അപ്പോൾ ഉടനെ തന്നെ മുഹമ്മദ് ബാബ സാറ് പോലെയുള്ള ആളുകൾ കൂടെ ഉണ്ടാകുമ്പോൾ പറയും, ഹാരിസ് സാറ് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, അവർ വിജയിക്കും. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അപ്പോൾ പറയും, ഹാരിസ് സാറെ കൂടെ കൂടിയാൽ പിന്നെ വിജയമല്ലാതെ പരാജയം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അവരുടെ കൂടെയുള്ള നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ആരും പിന്നിലേക്ക് പോയിട്ടില്ല, എല്ലാവരും ഒരു പടി മുന്നിലാണ്. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഹോം അക്കാഡമീൻ്റെ ഗ്രൂപ്പിൽ ഒരു 1-2 ഫോട്ടോസ് കണ്ടു. ഒരാളൊരു വാഹനം വാങ്ങിച്ചു, അതിൽ സീസിൻ്റെ സ്റ്റിക്കർ പോസ്റ്റ് ചെയ്തു. വേറൊരാൾ വീട് പണിയുടെ കുറച്ച് പണിയുടെ ഭാഗം കാണിച്ചു. അതൊക്കെ അവർ അഭിമാനത്തോടു കൂടി പറയുന്നത്, ഞാൻ സീസിൽ ജോലി ചെയ്തതുകൊണ്ട് അതിൽ നിന്ന് കിട്ടിയ എൻ്റെ വരുമാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് അഭിമാനത്തോടു കൂടി അവർക്ക് പറയാൻ അവസരമൊരുക്കി തന്ന, ഒരു സാഹചര്യം ഒരുക്കി തന്ന ആളാണ് നമ്മുടെ പ്രിയങ്കരനായ ചെയർമാൻ. അതുകൊണ്ട് ഇനിയും ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും പരിശ്രമം സീസണിന് വേണ്ടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഏതായിരുന്നാലും ഇന്ന് ഈ പ്രോഗ്രാമിന് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ അക്കാഡമിക് ഓപ്പറേഷൻ മാനേജർ റുക്സാന മാമാണ്. റുക്സാന മാമിനെ ഞാൻ ആദ്യമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രോഗ്രാമിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാന്യനായ നമ്മുടെ ഫൗണ്ടർ, CEO, ചെയർമാൻ CP മുഹമ്മദ് ഹാരിസ് സാറാണ്. സാറിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വളരെ മനോഹരമായ ക്ലാസുകൾ സമ്മാനിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഷൈജു മാരാർ സാറിനെയും ഈ പ്രോഗ്രാമിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിങ്ങളോട് സംവദിക്കാനും നിങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കാനും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ എഡ്യൂക്കേഷണലിസ്റ്റ്, ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്റർ മുഹമ്മദ് ബാവ സാറിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ TTC വിദ്യാർത്ഥികൾക്ക് വേണ്ടി ട്രെയിനിങ് സെഷനുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന എഡ്യൂക്കേഷണലിസ്റ്റ്, ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്റർ റിഫ ഷെലി സാറിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറും ഫൈനാൻഷ്യൽ കൺട്രോളറുമായിട്ടുള്ള
യൂനസ് സാറിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വേദിയിൽ അണിനിരന്നിട്ടുള്ള ഓരോ ഹോം അക്കാഡമി ഹെഡിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കോർഡിനേറ്റർമാർ, പ്രൊമോട്ടർമാർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥിനികൾ, പിഞ്ചുമക്കൾ തുടങ്ങി എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബഹുമാന്യയായ റുക്സാന മാമിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഓണറബിൾ ഷമീർ സർ. അടുത്ത ഈ പരിപാടിയുടെ അധ്യക്ഷ പ്രഭാഷണത്തിന് വേണ്ടി വേദിയിലേക്ക് വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു റുക്സാന സിയാദ്, ഓപ്പറേഷണൽ അക്കാഡമിക് ഓപ്പറേഷൻ മാനേജർ. Respected CEO and Chairman Haris sir, and our special guest, honorable guest Shaiju sir, our educationist and Swiss trainers Bava sir and Rifa sir, also our director of Swiss company Yunus sir, and Shemi sir, peer of our company Shemi sir, and respected our home heads and my dear coordinators, promoters and all other beloved dignitaries sitting over here. A very warm and pleasant good morning. സോ എനിക്കറിയാം, ഐ കുഡ് സീ നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ആ ഒരു പ്ലസൻറ്റ് ഹാപ്പിനെസ് ഐ കുഡ് സീ ഇൻ യു ഓൾ. കാരണം ടുഡേ ഈസ് യുവർ ഡേ അല്ലേ, നിങ്ങളുടെ ഡേ ആണെന്ന്. നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സിന് നിങ്ങളെ ഓണർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. ഐ നോ ദാറ്റ്. കാരണം ലൈഫിൽ എവിടെയൊക്കെയോ വെച്ചിട്ട് ലൈക്ക് ഹാഫ് ദ വേ നിങ്ങൾ സക്സസ്സിൽ നിന്ന് പിറകോട്ട് പോയി എവിടെയെങ്കിലും സ്റ്റോപ്പായിട്ട് വീണ്ടും ഇങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റി ലഭിച്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നിങ്ങൾ അച്ചീവ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു അച്ചീവ്മെൻറ്റിൻ്റെ ഒരു സ്റ്റേജാണ് ഇവിടെ നിങ്ങളുടെ ആ ഒരു നിങ്ങളെ എനിക്ക് കാണാൻ പറ്റുന്നത്. അതിന് നമുക്ക് അത് ഏറ്റവും കൂടുതൽ നമ്മൾ താങ്ക് യു പറയേണ്ടത് ഹാരിസ് സാറോടാണ്. കാരണം എല്ലാവരും ഏതൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഫസ്റ്റ് ഓഫ് ഓൾ അവർ തിങ്ക് ചെയ്യുന്നത് എങ്ങനെയുള്ളവരായിരിക്കും, ജെൻസ് അങ്ങനെ കാറ്റഗറി സെപ്പറേറ്റ് ആയിരിക്കും. ബട്ട് സാറിൻ്റെ മൈൻഡിൽ നമ്മളെ നാട്ടിലെ എത്ര വിമൻ എങ്ങനെയാണ് അവർ ജീവിക്കുന്നത്, അവർക്ക് എങ്ങനെ സ്റ്റേബിൾ ആവാൻ പറ്റും, ഒറ്റയ്ക്ക് കാലിൽ എങ്ങനെ നിൽക്കാൻ പറ്റും. സോ ആ ഒരു സ്റ്റെബിലിറ്റിയാണ് സാറ് ഫോക്കസ് ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ഒരു സ്വീസ് എന്ന് പറയുന്ന നിങ്ങളെല്ലാവരും വിമൻ എംപവർമെൻ്റ് ആയിട്ട് നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത് അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ അതിന് വലിയൊരു താങ്ക് യു നമ്മളെല്ലാവരും പറയേണ്ടത് ഹാരിസ് സാറിനോടാണ്. സോ ഇനിയും ലൈഫിൽ നിങ്ങളെല്ലാവരും വളരാം. ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യമാണ് ഷെയർ ചെയ്യാനുള്ളത്. ലൈക്ക് എനിക്കറിയാം നിങ്ങളെല്ലാവരും ഒരു ഡേ ഒരുപാട് ആൾക്കാരുടെ ഫേസസ് ഫോണിലൂടെയും, കാരണം നിങ്ങൾ ഡയറക്റ്റ്ലി കാണുന്നില്ലല്ലോ, കൂടുതലും നമ്മൾ ഓൺലൈൻ ആയതുകൊണ്ട് ഫോണിലൂടെയും നിങ്ങൾ കോൺവേഴ്സ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഏറ്റവും കൂടുതൽ എനിക്ക് ഈ ഒരു ടൈമിൽ പറയാനുള്ളത്, നിങ്ങൾ ഇനിയും ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ ലൈഫിൽ ഹാപ്പിനെസ്സിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് ലൈഫിലെല്ലാവർക്കും ലൈഫിൽ നെഗറ്റീവ് പോയിൻറ്റ്സ് ഉണ്ടാവും, നമ്മളെ ലൈഫിൽ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ടൈം ഉണ്ടാവും. സോ ആ ഒരു ടൈമിൽ നിങ്ങളെ കസ്റ്റമേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യാതെ നിങ്ങൾ ഹാപ്പിനെസ് ഫീൽ ചെയ്യും, നിങ്ങളുടെ ആ ഒരു മൂഡിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവരെ ഫോക്കസ് ചെയ്യാം. അതുപോലെ അവരുടെ അവൈലബിലിറ്റിയും അവരുടെ ഹാപ്പിനെസ്സും നിങ്ങൾ നോക്കുക. അങ്ങനെ നോക്കിക്കൊണ്ട് ഇനിയും കാരണം ഈ ഒരു എല്ലാവരുടെയും ഈ ഒരു വേദി തന്നെ എനിക്ക് ഭയങ്കര താങ്ക്ഫുള്ളാണ്. കാരണം ഓഫീസിൽ ഇരുന്നുകൊണ്ട് നമ്മൾ നിങ്ങളുടെ പേരുകളൊക്കെ ഡെയിലി കാണുന്നുണ്ട്, ബട്ട് ആരെയും കേൾക്കുന്നതും നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യുന്നതല്ലാതെ നിങ്ങളുടെ ഫേസസ് ആയിരിക്കും ഫെമിലിയർ അല്ല. പക്ഷേ സാർ ഇങ്ങനെയൊരു മീറ്റപ്പ് വെക്കുമ്പം ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ എന്ന പോലെ നമുക്ക് എല്ലാവരും നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഇനിയും നിങ്ങളുടെ അഡ്മിഷൻസും കാര്യങ്ങളും നിങ്ങൾ വളരട്ടെ, അതിനോടുകൂടി സ്വീസായിട്ട് നമ്മളും കൂടി വളരട്ടെ എന്ന് ഏറ്റവും കൂടുതൽ ഞാൻ ഹാപ്പിനെസ്സോടുകൂടി വിഷ് ചെയ്ത് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. അടുത്ത ഈ പരിപാടിയുടെ ഔപചാരികമായ ഒരു ഉദ്ഘാടന ചടങ്ങിലേക്കാണ്. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഫൗണ്ടർ CEO CSETEC ശ്രീ CPM ഹാരിസ് അവർക്ക് വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. പ്ലീസ്. എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. നമുക്കിടയിലൊരു മുഖവിരയുടെ ആവശ്യമില്ല, ഒരു പ്രസംഗത്തിൻ്റെയും ആവശ്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ഡിസ്കഷനായി മാറിയിരിക്കും നന്നാവുക. അതുകൊണ്ടാണ് ഞാൻ താജ് സാറോട് പറഞ്ഞത്, സാർ എല്ലാവരും ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വിളിച്ചിരുത്തും, കാണാത്ത കുറേ മുഖങ്ങളും
കേട്ട കുറേ സൗണ്ടുകളൊക്കെയാണ് എനിക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാരാർ സാറ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന വലിയൊരു സെയിൽസ് ട്രെയിനറാണ്. സാധാരണക്കാരായിട്ടുള്ള നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റിനെ എങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റുന്നുള്ളത്. സാറോട് ഞാനൊരു കാര്യം പറയാണ്. എൻ്റെ മുന്നിലും ബാക്കിലൊക്കെ ഇരിക്കുന്ന നമ്മളെ പെൺകുട്ടികൾ, അവർ വീട്ടിലെ വിളക്കല്ല ശരിക്ക്, അവർ രത്നങ്ങളായിരുന്നു. ആ രക്തം ഇങ്ങനെ പൊടി പിടിച്ചിരിക്കുകയായിരുന്നു. സ്വീസ് എന്നുള്ള പ്രസ്ഥാനം ഇത് തുടങ്ങിയതിന് ശേഷം അതിങ്ങനെ ഉരസി ഒരു തിളക്കമുള്ള രക്തങ്ങളാക്കി അവർ മാറ്റിയെന്നുള്ളതാണ്. ഇതാണ് സ്വീസ് ചെയ്തത്. ഇനി ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. എപ്പോഴാണ് ഒരു സ്ഥാപനം വിജയിക്കുക എന്നുള്ളത്? ഒരുപാട് സ്ഥാപനം ഉണ്ടാവും, എഡ്യൂക്കേഷൻ ആവട്ടെ, മറ്റുള്ള എന്തായിക്കോട്ടെ, ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. ഒരു സ്ഥാപനം എപ്പോഴാണ് സക്സസ് ആവുക എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ ആയിട്ട് ലക്ഷക്കണക്കിന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തുകൊണ്ട് ഒരു ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് 2 ലക്ഷത്തിലേറെ പെൺകുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമായി മാറി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു സ്ഥാപനത്തിൻ്റെ വിജയം ഒരു സാധാരണക്കാരുടെ വേദന അറിയുന്ന ഹൃദയത്തോടെ അവരെ മനസ്സിൽ കയറി അവർക്ക് വേണ്ട പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ എന്ന് കാണാൻ പറ്റുന്നോ അന്നായിരിക്കും ആ സ്ഥാപനം വിജയിക്കുക എന്നുള്ളതാണ്. ഒരാളുടെ പ്രശ്നം, ആ പ്രശ്നം ഒരു സമൂഹത്തിൻ്റെ മൊത്തം പ്രശ്നമാണ്. എൻ്റെ നാടായിട്ടുള്ള തിരുനാവാക്കാരുടെ മാത്രം പ്രശ്നം ഞാൻ കണ്ടിരുന്നെങ്കിൽ ഞാൻ തിരുനാവയിൽ മാത്രം ഞാൻ വളർന്നേനെ. എൻ്റെ കാഴ്ചപ്പാട് മലപ്പുറം ജില്ലയിലെ ഒരു സമൂഹത്തെ മാത്രമാണ് ഞാൻ ടാർഗറ്റ് ചെയ്തിരുന്നതെങ്കിൽ ഒരു പക്ഷേ ഞാൻ മലപ്പുറം ജില്ലയിൽ മാത്രം ഇരുന്നേനെ. ഇന്ന് ഭാഗ്യവശാൽ ഏകദേശം 15 രാജ്യത്തായിട്ട് സ്വീസിൻ്റെ വിദ്യാർത്ഥികൾ പഠിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സാധാരണക്കാരുടെ മനസ്സിലോട്ട് കയറി ചേരുന്ന ആ ഹൃദയത്തോടെ, ആ ഹൃദയം കൊണ്ട് ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അങ്ങനെയുള്ള ആളുകൾക്കാണ് വിജയിക്കാൻ പറ്റുന്നത്. ഞാൻ തുടങ്ങുന്നത് ഏകദേശം 2010 നേരത്തെ മാരാർ സാർ ഞാൻ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, സാറ് എപ്പോഴാണ് ഇത് തുടങ്ങിയതെന്ന്. 2010 ഈ സ്ട്രഗ്ലിംഗ് പീരീഡ് നിങ്ങൾ ഒരു 5 വർഷം പിടിച്ചിട്ടുണ്ടാവില്ലേ നിങ്ങൾ സക്സസ് ആവാൻ, ഒരു സക്സസ്സിലോട്ട് വരാനെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അല്ല സാർ ഞാൻ 10 വർഷമായിട്ടെന്ന് പറഞ്ഞു. സാറ് മുഖത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ ഞാൻ കണ്ടു. 10 വർഷം നമ്മൾ കാത്തിരുന്നിട്ടാണ് ഒരു പ്രസ്ഥാനത്തിന് അടിവേര് ഉറപ്പിച്ചിട്ടുള്ളത്. ശേഷം നമ്മൾ ഓൺലൈനിലോട്ട് വരുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ചെയ്യുകയാണെങ്കിൽ സമൂഹത്തിൽ ഉന്നതിയിൽ എത്തിക്കേണ്ടത് സ്ത്രീ സമൂഹത്തെയാണെന്ന്. അങ്ങനെ തുടങ്ങുന്ന സമയത്താണ് പല ആളുകൾ എന്നോട് പറഞ്ഞത്, ഇത് ഓൺലൈനിലാണൊന്ന്, സ്കിൽ പ്രോഗ്രാമാണ്, നീന്തൽ നമ്മൾ ഓൺലൈനിലൂടെ പഠിക്കുന്ന അവസ്ഥയിലോട്ട് നിങ്ങൾ കൊണ്ടുവരുമല്ലോ എന്നുള്ളത്. പറഞ്ഞ ആളുകളെല്ലാം ഇന്ന് എവിടെയില്ല. പക്ഷേ നമ്മളുടെ വിഷനും മിഷനും ആ കാഴ്ചപ്പാടിലോട്ട് വളർന്നു. ഇന്ന് ആ വളർച്ചയെ നമ്മൾ ഇങ്ങനെ പന്തലിച്ച് നിന്നു. അതിലോട്ട് നിങ്ങളെപ്പോലുള്ള ആളുകൾ കടന്നു വന്നു. കേരളത്തിൽ നിന്ന് ജമ്മുതാബിയിലോട്ട് പോകുന്നൊരു ട്രെയിനാണ് സ്വീസ്. കേരളത്തിൽ നിന്ന് ജമ്മു കാശ്മീരിലോട്ട് പോകുന്ന ട്രെയിനാണ് സ്വീസ്. തിരുവനന്തപുരത്ത് നിന്ന് കയറും, ആളുകൾ കയറും, ഷർണൂർ ഇറങ്ങും, കോഴിക്കോട് ഇറങ്ങും, ഗോവയിലിറങ്ങും, പനവേലിറങ്ങും. അങ്ങനെ ഇറങ്ങി അവസാനം സ്വീസിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് അവിടെ എത്തും. കുറേ ആൾ കയറും, കുറേ ആൾക്കാർ ഇറങ്ങും. ഒരു സ്ഥാപനത്തെ നമ്മൾ എന്നാണോ കോപ്പി അടിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥാപനം എവിടെയും പൊതുവെ എത്താറില്ല. ഇപ്പം ഞാൻ എന്നുള്ള സ്വീസ് എന്നുള്ള സംവിധാനം ഈ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യുന്നത് കോവിഡ് സമയത്ത് 6 മാസം ഞാൻ ഇരുന്നിട്ടാണ്. ഞാൻ വരച്ച ലോകമാണത്, ഞാൻ കണ്ടെത്തിയിട്ടുള്ള കളറാണത്, ഞാൻ കണ്ടെത്തിയ കളർ തീമാണത്. 6 മാസം എടുത്തു. ഈ 6 മാസം ഞാൻ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു സാധനത്തെ മുമ്പ് വേറെ ലോകമായിരുന്നു. ഒരു സംവിധാനം എൻ്റെ ലക്ഷ്യത്തിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഈ പേരിന് വേണ്ടിയിട്ട് ഞാനൊരു ഡയറി മാത്രം ഞാൻ പേരെഴുതി വെട്ടിയിട്ടുണ്ട്. സെൻറ്റർ ഫോർ വിമൻ എംപവർമെൻറ്റ് ആൻഡ് ഏർലി ചൈൽഡ് എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ
ഒത്തിരി പേരുകൾ എൻ്റെ മുന്നിൽ വന്നു. കോവിഡിന് ഒരു പണിയില്ലാത്ത സമയത്ത് ഇങ്ങനെ ഇരുന്ന് എഴുതിയിട്ട്. അതിന് മുന്നേ വേറെ നമ്മൾ ഷോർട്ടിൽ വേറൊരു പേരായിരുന്നു, ഷട്ട്ലാൻഡ് ബിസിനസ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ബാങ്ക് കൊച്ചിയിൽ തന്നെ വേറെ സ്ഥാപനമായിരുന്നു. അങ്ങനെ 6 മാസത്തെ കഠിന പ്രയത്നം കൊണ്ട് തുടങ്ങിയ ഒരു പ്രസ്ഥാനം ഒരു യുണീക്ക്നെസ് കൊണ്ടുവരണം. ഒരു സെയിൽസിന് അതല്ലെങ്കിൽ ഒരു മാർക്കറ്റിലോട്ട് ഇൻഡസ്ട്രിയിൽ ഇറങ്ങുന്ന സമയത്ത് ഒരു യുണീക്ക്നെസ് കൊണ്ടുവരണം. ശിവകാരയുടെ ഒരു ബുക്കുണ്ട്, യു ക്യാൻ വിൻ എന്ന് പറഞ്ഞിട്ട്. ഈ ബുക്കിൽ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞെടുക്കുക. ആ ബുക്കിൽ ശിവകാര ഇതിൽ ഒരു ക്ലോസ് ഉണ്ട്, ഡോണ്ട് ഡു ദ ഡിഫറെൻറ്റ് തിങ്, ഡു ദ തിങ് ഇൻ എ ഡിഫറെൻറ്റ് വേ. വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യുന്ന കാര്യത്തിൽ വ്യത്യസ്തത കണ്ടെത്താൻ അദ്ദേഹം പറയുന്നുണ്ട്. എഡ്യൂക്കേഷനിൽ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ വ്യത്യസ്തത കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ശ്രദ്ധിക്കപ്പെടുന്നത്. അതിനെ കോമ്പീറ്റ് ചെയ്താൽ പിന്നീട് കുറേ ആളുകൾ വരും. മലബാർ ഗോൾഡ് ലോകം മാറ്റിയതിന് ശേഷം ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചു, കേരളത്തിൽ പോകുമ്പോൾ പല ജ്വല്ലറിക്കും ആ റൗണ്ടിൽ എമ്മും ഡിയും സിയും എയും എച്ചും ഒക്കെ. പക്ഷേ ആ യുണീക്ക്നെസ് മലബാർ ഗോൾഡിന് മാത്രമേ ഉണ്ടാവുള്ളൂ. മലബാർ ഗോൾഡിൻ്റെ പേരിൽ വേറൊരു സ്ഥാപനം തുടങ്ങുന്നതിന് പകരം തെറ്റിദ്ധാരണ വരാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഇങ്ങനെ വേറെ ഒരു റൗണ്ട് ഇട്ടിട്ട് എച്ചോ സിയോ എമ്മോ ഒക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ വേറൊരു ബ്രാൻഡിലിട്ട് വരും. പക്ഷെ അവർ ആ ഒരു സർക്കിളിൽ മാത്രം കിടന്ന് കളിക്കും. സ്വിസിൽ ആർക്കും വരാം, വർക്ക് ചെയ്യാം. ആദ്യമൊക്കെ നമ്മൾ 2020 സമയത്ത് ഈ സ്ഥാപനത്തെ തുടങ്ങിയ സമയത്ത്, ഈ പ്രൊമോഷൻ വർക്ക് തുടങ്ങിയ സമയത്ത് പല രക്ഷിതാക്കളും പറഞ്ഞു ഇതൊരു തട്ടിപ്പായിരിക്കും, ഇതൊരു വെട്ടിപ്പായിരിക്കും. ഒരു കാര്യമുണ്ട്, ഈ പേരും പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞിട്ട് ഈ വീട്ടിലോട്ട് ഒരാളും കയറാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ ദൈവാധീനം കൊണ്ട് 5 വർഷം ഈ ഓൺലൈൻ എഡ്യൂക്കേഷനിൽ നിങ്ങൾ പ്രവർത്തിച്ചിട്ട് ഒരാളെ വീട്ടിൽ മോശമായ രീതിയിൽ ഒരാൾ കയറി വന്നിട്ടില്ല. ഞങ്ങളെപ്പോലുള്ള ആളുകൾ നേട്ടങ്ങളെ സമ്മാനങ്ങളായി തന്നിട്ട് നിങ്ങളെ വീട്ടിൽ വന്ന് അഭിനന്ദിക്കാൻ മാത്രമേ വന്നിട്ടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരാൾ മോശമായിട്ട് പിന്നെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടില്ല. നിങ്ങൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഞാനെപ്പോഴും ഇവരെല്ലാവരോടും പറഞ്ഞത് സ്വീസ് ഒരു ഫാമിലിയാണ്. സ്റ്റുഡൻസിനോടും പറയാറ് അങ്ങനെ തന്നെയാണ്, നിങ്ങളോടും പറഞ്ഞത് അങ്ങനെ. സ്വീസ് ഒരു ഫാമിലിയാണ്, ഇറ്റ്സ് നോട്ട് എ കമ്പനി. ഒരു കമ്പനിയാണെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള ഒരു സംഭവം ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കമ്പനി റൺ ചെയ്യുന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ടാവും. ഒരു പക്ഷേ കമ്പനിക്ക് മൈജി പോലെ മലബാർ ഗോൾഡ് പോലെ ലുലു പോലുള്ള സ്ഥാപനത്തിന് ട്രെയിനിങ് ചെയ്യുന്ന സാറിന് അറിയാൻ പറ്റും, ഇവർക്കൊന്നും ഇങ്ങനെയുള്ള ശൃംഖലൊന്നുമില്ല. ഒരു സെയിൽസ് ടീം ഉണ്ടാവും. ഈ ടീം എന്ത് ചെയ്യും, കുറേ ലീഡ് പരസ്യം ചെയ്ത്, മാർക്കറ്റിംഗ് ടീം കുറേ ലീഡ് പരസ്യം കൊടുത്തിട്ട് സെയിൽസ് ടീമിന് കൊടുക്കും. സെയിൽസ് ടീം ഇരുന്ന് ഇങ്ങനെ വിളിച്ച് ഒരു 10,000, 15,000, 20,000 സാലറി കൊടുത്തിട്ട് ഇവരെന്ത് ചെയ്യണം, അതൊരു ഫ്രെയിം വർക്കിൽ ഒരു ടാർഗറ്റ് കൊടുത്താൽ ടാർഗറ്റ് അച്ചീവ് ചെയ്തെങ്കിൽ പ്രഷറിൻ്റെ പ്രഷറും അങ്ങനെയുള്ള വിഷയങ്ങളാണ്. നിങ്ങളെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു വിഷയമേ ഇല്ല. നിങ്ങളെ സംബന്ധിച്ചിട്ട് ഒരു ഫ്രെയിം വർക്കില്ല. നിങ്ങളെ സംബന്ധിച്ചിട്ട് ഒരു കഠിനമായ ഇതിൽ നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ ഉറങ്ങിക്കോളൂ, വർക്ക് ചെയ്യില്ലേ വർക്ക് ചെയ്യുന്നില്ല. എന്നാണോ നിങ്ങൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അന്നായിരിക്കും നിങ്ങളുടെ വിജയത്തിൻ്റെ ഫസ്റ്റ് തുടക്കം വരിക എന്നുള്ളതാണ്. എനിക്കറിയാം എനിക്കറിയാൻ പറ്റും, ഇവിടെയുള്ള എല്ലാവരും ഒരു സമയത്ത് ഹസ്ബൻഡുമാർ ഗൾഫിലൊക്കെ ഉള്ള സമയങ്ങളിലൊക്കെ സാലറിയൊക്കെ വരാത്ത സമയത്ത് ഒരു 100 രൂപ ഉണ്ടെങ്കിൽ കുട്ടിയുടെ പനിക്ക് അല്ലെങ്കിൽ ഫോൺ റീചാർജ് ചെയ്യാൻ ഒരു 100 രൂപ വേണമെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒന്നും കുടുംബത്തിൻ്റെ അകത്തൊക്കെ നമ്മൾ കടം മേടിക്കുമായിരുന്നു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന എനിക്ക് മനസ്സിലാക്കുന്നത് ഒരു പെൺകുട്ടി പോലും അങ്ങനത്തെ ഒരു അവസ്ഥ ഇപ്പോൾ ഇല്ല. കാരണം സ്വിസിൽ നിന്ന് ആ വരുമാനം വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണത്. നിങ്ങളെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ കോഴ്സ് മുതൽ വലിയ കോഴ്സ് വരെ കൊണ്ടുവന്നു. സത്യത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് അഭിമാനത്തോടെ ഇതുപോലെ തലയുയർത്തി നിൽക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ പല സമയത്തും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്വിസിൽ നിന്ന് കുറേ ആളുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വരും പോവും. ഇങ്ങനെ പോകുന്ന സമയത്ത് ചില ആളുകൾ പറയും, ഇന്ന ആളുകളൊക്കെ പോയല്ലോ, സ്വിസിൽ ഇനിയിപ്പോൾ പരാജയം പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്നാൽ നിങ്ങളോട് ഞാനൊരു രഹസ്യമായ പരസ്യം പറയട്ടെ. സ്വിസ് ഞാൻ ഒരാളെ കണ്ട് തുടങ്ങിയ സംഭവമൊന്നുമല്ല. സ്വിസ് എന്നുള്ള പ്രസ്ഥാനം ഇന്ത്യയിലെ തൊഴിലില്ലാത്ത സ്ത്രീകളെ എല്ലാവരെയും കണ്ടു തുടങ്ങിയ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പോയവർക്ക് എന്തെങ്കിലും സംഭവിക്കാമെന്നല്ലാതെ മറ്റതിലപ്പുറത്തേക്കൊന്നും സംഭവിക്കില്ല. ആ ധൈര്യം എനിക്കുണ്ട്. നിങ്ങൾക്കും ആ ധൈര്യം തരാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അവസരം എന്ത് ചെയ്യുന്നത്, ഉപയോഗപ്പെടുത്തുന്നത്. സ്വിസ് വളർന്ന് വന്നിരിച്ചുകൊണ്ടേയിരിക്കും. കാരണം സ്വിസിൻ്റെ ലക്ഷ്യം ആരെയും തകർക്കലോ തളർത്തലോ അല്ല. സ്വിസിൻ്റെ ലക്ഷ്യം തൊഴിലില്ലാത്ത സ്ത്രീ സമൂഹത്തിന് തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ്. അടുത്ത കാലത്ത് എന്നോട്
കഴിഞ്ഞ ആഴ്ച ഓൺട്രപ്രണർ മാഗസിൻ എന്ന് പറഞ്ഞൊരു മാഗസിനിൽ ഒരു ലേഡി വിളിച്ചിട്ട് ചോദിച്ചു, സാറേ എനിക്കൊരു ഇൻ്റർവ്യൂയുടെ ആവശ്യമുണ്ട്, സാറിനെ കുറിച്ചൊരു ബ്രീഫ് തരുമെന്ന് ചോദിച്ച ചോദ്യം, ആ സ്ത്രീ ചോദിച്ചത് മിനിഞ്ഞാന്ന് തൃശ്ശൂർ ക്യാമ്പിൽ ചോദിച്ച ചോദ്യം, ഒരു സ്ത്രീ ചോദിച്ച ചോദ്യം ഒന്നായിരുന്നു. എന്തായിരുന്നു സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങാൻ കാരണം? സാറൊരു ആണാണല്ലോ, സ്ത്രീകളെ വിഷമങ്ങൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വളർന്നു വരുന്ന ചുറ്റുപാട്, വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, ഇതെല്ലാം ഇതിനൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനും അങ്ങനെ വളർന്നു വന്ന ഒരു ആളാണ്. വലിയൊരു ബിസിനസ്സുകാരൻ്റെ മകനായി ഗൾഫിൽ 2-3 സൂപ്പർ മാർക്കറ്റും ടെക്സ്റ്റൈൽസും അതുപോലെ തന്നെ ഹോട്ടലൊക്കെ ഉള്ള, അതുകൂടാതെ പോലീസ് ഡിഫൻസിൽ തൊഴിലെടുത്തിരുന്ന പോലീസുകാരനായിട്ടുള്ള ഡിഫൻസിൽ വർക്ക് ചെയ്തിരുന്ന ഒരു അച്ഛൻ്റെ മകനായിരുന്നു ഞാൻ. ഭാഗ്യവശാൽ ഉപ്പാൻ്റെ എല്ലാ ബിസിനസ്സും തകർന്നു പോയി. എന്തുകൊണ്ടാണ് ഭാഗ്യവശാൽ എന്ന് പറയാൻ കാരണം എന്നറിയോ? അത് തകർന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. അത് തകർന്നുകൊണ്ടാണ് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയത്. അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടല്ലോ, ഞങ്ങൾ ഫാമിലി സ്ട്രഗിൾ ചെയ്യും. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് സ്ത്രീകൾക്ക് തൊഴിലില്ലെങ്കിൽ എന്തൊക്കെ അവസ്ഥ എന്നുള്ളത്. വെറുതെ ഒരു സ്ത്രീ ഇരുന്ന് കഴിഞ്ഞാൽ ആ സ്ത്രീ വെറുതെ മരവിച്ചു പോവും. അവർക്ക് പുറത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് വീട്ടിലിരുന്ന് കൊണ്ട് സമ്പാദിക്കാൻ പറ്റും, വീട്ടിലിരുന്ന് കൊണ്ട് അധ്വാനിക്കാൻ പറ്റും. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. എറണാകുളം ക്യാമ്പിന് പോയ സമയത്ത് ഒരു പെൺകുട്ടി ബിടെക് കഴിഞ്ഞ കുട്ടിയാണ്, സാറിന് ഓർമ്മ ഉണ്ടാവും. ബിടെക് കഴിഞ്ഞ കുട്ടിക്ക് ജോലിയില്ല. അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്താണ് സ്വിസിൻ്റെ ഒരു കൗൺസിലിംഗ് കോഴ്സ് പഠിക്കുന്നത്. ഈ പഠിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് സ്വിസിൻ്റെ കൗൺസിലിംഗ് കോഴ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഇഷ്ടപ്പെട്ട സമയത്ത് കുട്ടി എന്ത് ചെയ്തു, കേക്ക് ബേക്കിൻ്റെ ഒരു കോഴ്സും കൂടി പഠിച്ചു. ഈ കേക്ക് ബേക്ക് പഠിച്ച കുട്ടി പിന്നീട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 10 ദിവസം മുന്നേ 15 ദിവസം മുന്നേ ജില്ലാ ക്യാമ്പിൽ സംസാരിച്ചത്, സാർ ആ കേക്ക് ബേക്കിങ് ഞാൻ കൊടുത്ത പേയ്മെൻറ്റ് ഫീസ് 1200 രൂപയാണ്, ഇന്ന് ഞാൻ മാസം 30,000 രൂപ ഞാൻ ചെയ്യുന്നു എന്നാണ്. വീട്ടിൽ ഇരുന്നു കൊണ്ട് കേക്ക് പഠിച്ചുകൊണ്ട്, ഉണ്ടാക്കൽ പഠിച്ചുകൊണ്ട്, ഇതിടെ നന്മ ഇതിനെ ചേർത്ത പെൺകുട്ടിക്ക് അടക്കം കിട്ടുന്നുണ്ട്. നിലമ്പൂരിലൊരു പെൺകുട്ടി മെഹന്തി 500 രൂപേൻ്റെ മെഹന്തി കോഴ്സ് പഠിച്ചിട്ട് പിന്നീട് ഗൾഫിൽ പോയിട്ട് മെഹന്തി ഡിസൈനുകൾ കല്യാണത്തിനിട്ട് 25,000 രൂപ വാങ്ങിയിട്ട് വന്നിട്ട് കഥ പറഞ്ഞു എന്നോട്. ഏതൊരു സാധാരണക്കാർ സ്ത്രീകൾക്കും മികച്ച വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം കൊടുക്കുക, ക്വാളിറ്റിയുള്ള സർവീസ് കൊടുക്കുക. ഒന്നുമില്ലാത്ത സ്ത്രീകളെ ഉന്നതിയിലെത്തിച്ചുകൊണ്ട് വലിയ സദസ്സിൽ ഇതുപോലെ ബാക്കിലിരുത്താൻ എന്നെ സംബന്ധിച്ചിട്ട് സാധിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്. സാധാരണക്കാരെ സ്ഥാനികൾ ഒരു സ്ഥലത്തും ഇവരൊക്കെ വിചാരിക്കും, ഇപ്പം നിങ്ങളോടൊക്കെ രക്ഷിതാക്കളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും, എന്തുകൊണ്ട് എൻ്റെ മരുമകൾ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഇവിടെ സ്റ്റേജിലിരിക്കുന്നു എന്നുള്ളത് അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം തന്നെയാണ്. ശ്രീസുന്ദർ പ്രസ്ഥാനത്തിൽ വന്നിട്ട് അവരധ്വാനിച്ചതിൻ്റെ പരിണിത ഫലമാണ് അവർ ഇന്ന് അഭിമാനത്തോടെ ഈ കോട്ടുവിട്ടിട്ട് വേദിയിലിരിക്കുന്നത്. ഇതിൻ്റെ അന്തസ്സ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നാളെ നിങ്ങളും ഇതുപോലെ ഇവിടെ വന്നിരിക്കേണ്ടതാണ്. സ്വീസിൻ്റെ കൂടെ ചേർന്ന ഒരാളെയും ഞാൻ ചേർത്ത് പിടിക്കാതെ ഇരുന്നിട്ടില്ല. അവരുടെ പ്രശ്നങ്ങൾക്ക് അവരെ കൂടെ നിന്നിട്ട്, അവരുടെ പേഴ്സണൽ പ്രശ്നമെല്ലാം പറയുന്നത്, ഒഫീഷ്യൽ പ്രശ്നങ്ങൾക്ക് കൂടെ നിന്നിട്ട് ശബ്ദിച്ച ഒരാളാണ് ഞാൻ. അവരുടെ അവരുടെ കുടുംബത്തിലെ കല്യാണങ്ങൾ പോലും, അവരുടെ ഹൗസ് വാമിങ് പോലും, അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ മരണം പോലും ഞാൻ എന്തായാലും പങ്കെടുക്കാറുണ്ട്. ഈ തിരക്കിനിടയിൽ ഞാൻ പങ്കെടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഫാമിലി ആയതുകൊണ്ടായിരുന്നു. പക്ഷേ ചില ആളുകൾക്ക് അത് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മാറും. നേട്ടങ്ങളെല്ലാം നേടിയതിൻ്റെ ശേഷം എന്നാൽ ശരി നമുക്കും തുടങ്ങാൻ ഒന്ന് എന്നൊക്കെ വിചാരിച്ചിട്ട് 100 രൂപേൻ്റെ കോഴ്സ് ഉണ്ടെങ്കിൽ 50 രൂപ കൊടുക്കാൻ പറ്റുമോ നോക്കും. അപ്പം നിങ്ങൾ പറയും 50 രൂപക്കാരെ കൊടുക്കണ്ടല്ലോ എന്നുള്ളത്. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചിലവ് വരും എന്നുള്ളത്. ഞാനൊരു വീട്ടിൽ വെച്ചിട്ടൊരു കോഴ്സ് നടത്തുന്നത്. കോഴിക്കോട് പാളയം മാർക്കറ്റിൽ പോയാൽ ശ്രീ സാറേ നമുക്ക് 100 രൂപക്ക് 10 ടവൽ കിട്ടും, കർച്ചീഫ് കിട്ടും കോഴിക്കോട് പാളയം മാർക്കറ്റിൽ. ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരലക്കലരിക്കേണ്ട അവസ്ഥ എന്താണെന്നറിയോ? വ്യത്യസ്ത കളറിൽ കാണാം, ഈ വെള്ളം മാറിയിട്ടുണ്ടാവും. ക്വാളിറ്റിയാണത് അല്ലേ? എന്നാൽ ഒരു ബ്രാൻഡഡായിട്ട് 50 രൂപ 100 രൂപേൻ്റെ ഒരു കർച്ചീഫ് വാങ്ങുമ്പോൾ അത് കുറേ കാര്യങ്ങൾ നിലനിൽക്കും. പാർക്കർ പേനുണ്ട്, 400-500 രൂപയാണ്. 2 രൂപേൻ്റെ സ്റ്റിക്കി പേനുണ്ട് അല്ലേ? ഉപയോഗം എന്താണ്?
രണ്ടിൻ്റെ ഉപയോഗം എന്താ? എഴുത്താണ്. പക്ഷെ പാർക്കർ പോകുന്ന പാക്കറ്റിലെത്തുന്നതും 2 രൂപേൻ്റെ പോകുന്ന പാക്കറ്റിലെത്തുന്ന തമ്മിലുള്ള വ്യത്യാസം വേറെ ഉണ്ട്. ശരിയല്ലേ? നിങ്ങൾ 100 രൂപക്കും കോഴ്സ് പഠിക്കാം, 1000 രൂപക്കും കോഴ്സ് പഠിക്കാം, 10,000 രൂപക്കും കോഴ്സ് പഠിക്കാം. പക്ഷേ സ്വിസിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റിനെ കൊളാക്കുക എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഗുണം ചെയ്യുന്ന രീതിയിൽ, അത് പ്രൊമോട്ടർ ആവട്ടെ, കോർഡിനേറ്റർ ആവട്ടെ, ഹോം അക്കാഡമി ആവട്ടെ, സ്വിസ് ആവട്ടെ, ഗവൺമെൻറ് ആവട്ടെ, എല്ലാവർക്കും ഗുണം ചെയ്യണം. ഓരോ മാസവും നമ്മൾ GST ഇനത്തിൽ മാത്രം 20 ലക്ഷം രൂപ മുതൽ 30 ലക്ഷം ഗവൺമെൻറ് അടക്കുന്നുണ്ടെന്നുള്ളതാണ്. ഒരാളും അടക്കില്ല. എല്ലാവരും വട്ടിപ്പും തട്ടിപ്പും വെച്ചിട്ട് ഒരു 10,000 1 ലക്ഷം കൊടുത്തുകൊണ്ട് മിണ്ടാതിരിക്കുക ചെയ്യുള്ളൂ, വ്യത്യസ്ത അക്കൗണ്ടിലോട്ട് കൊടുത്തിട്ട്. നേരായ മാർഗത്തിൽ ഇന്ന് നമ്മൾ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ മരണം വരെ നമുക്ക് അഭിമാനത്തോടെ തല ഉയർത്തി ഒരാളെയും ചതിച്ചില്ല, വഞ്ചിച്ചില്ല, പറ്റിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അഭിമാനത്തോടെ ഇരിക്കാൻ പറ്റും. അതല്ല നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ ആരെങ്കിലും മോശമാക്കാൻ വേണ്ടിയിട്ടാണ്, തളർത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങളൊരു പ്രസ്ഥാനത്തെ തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ 100% നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊന്നും എവിടെയെത്തില്ല. കാരണം അവരുദ്ദേശം തകർക്കൽ മാത്രമെന്നുള്ളതാണ്. സത്യസന്ധമായി ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങളങ്ങനെ കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ 1100 പേര് ഈ പരിപാടിക്ക് രജിസ്റ്റർ ചെയ്തിട്ട് ഒരു ഫ്രീ രജിസ്ട്രേഷൻ ആയതുകൊണ്ടാണ് കൂടുതൽ കുട്ടികളൊക്കെ ഇങ്ങനെ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ഒക്കെ കുറഞ്ഞ മാറിയത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സൈജു മഹാരാജ് സാറെ ഞാൻ വിളിച്ചിരുത്തിക്കുന്നത് 1000 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. അത് 400 പേർക്ക് വേണ്ടി എനിക്ക് വിളിച്ചെടുത്തിട്ട് ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. നമ്മളെ വാക്കിന്, നമ്മളെ പ്രവൃത്തിക്ക്, നമ്മളെ ചിന്തക്ക് എല്ലാം ഒരു സത്യസന്ധത വേണം. പറഞ്ഞ വാക്ക് പാലിക്കുകയും പറഞ്ഞ പ്രവൃത്തി ചെയ്യുകയും ചെയ്യുന്ന പ്രവൃത്തിയിൽ മാന്യത കാണുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു നല്ല ഒരു വളർച്ചയുടെ ഭാഗമായിട്ട് മാറാൻ പറ്റുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു നിലക്കും നമുക്ക് ഒരു സമാധാനം കിട്ടാത്ത അവസ്ഥ വരും. ഇങ്ങനെയല്ല നമുക്ക് വേണ്ടത്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടന്നുറങ്ങുന്ന സമയത്ത് സന്തോഷത്തോടെ, സമാധാനത്തോടെ, അന്തസ്സോടെ, അഭിമാനത്തോടെ ഓരോ ദിവസവും ഒരു ടെൻഷനും ഇല്ലാതെ ഉറങ്ങാൻ നമുക്ക് പറ്റണം. ഒരാളോടും യുഗയില്ല, ഒരാളോടും വാശിയില്ല, ഒരാളോടും കുശുമ്പില്ല, ഒരാളോട് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നമ്മൾ ഉറങ്ങാൻ സാധിക്കുന്നുവെങ്കിൽ അവിടെ നമ്മളെ സക്സസ് എന്നുള്ളത്. സെയിൽസിനെ കുറിച്ച് ഞാൻ കുറേ പറയേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഇതിൻ്റെ ശേഷം നമ്മുടെ എല്ലാവരുടെ സംസാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്യൂസിൻ്റെ ഒരു ജേണി ആരൊക്കെ സ്യൂസിലുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് ഞാനൊരു സാധാരണക്കാരുടെ കുടുംബത്തിൽ വന്ന ഒരാളാണെങ്കിൽ പോലും ഞാൻ എൻ്റെ MBAക്ക് ശേഷം ഞാൻ IIM കാശിപൂരിൽ നിന്ന് ഡിപ്ലോമ ഇൻ ഓൺട്രപ്രണർഷിപ്പ് എല്ലാം കഴിഞ്ഞു. വലിയൊരു സ്ട്രോങ് നെറ്റ്വർക്കിലൂടെ കൂടെ 2010 തുടങ്ങിയ സ്ഥാപനം 10 വർഷം ഞാൻ സ്ട്രഗിൾ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉപ്പാൻ്റെ ഒരു പാഠം ഉണ്ടായിരുന്നു. കാരണം ഉപ്പ ബിസിനസ്സിൽ പൊളിഞ്ഞത് കൊണ്ട് പറഞ്ഞതാണ്. അദ്ദേഹം എനിക്ക് പഠിപ്പിച്ചത് പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ 10 കൊല്ലം ഒരു സീറ്റിലിരിക്കണം, മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത്, ആ സീറ്റിൽ നിന്ന് എണീക്കാൻ പാടില്ല. ഞാനത് പാലിച്ചു. പാലിച്ചതുകൊണ്ടാണ് ഇന്ന് നമ്മൾ 2021 ശേഷം ഈ വളർച്ചയ്ക്കുള്ള ഏറ്റവും വളം. എന്തുകൊണ്ടാണ്? ഒരു കുട്ടിയെ മാനേജ് ചെയ്തിട്ടും 100 കുട്ടിയെ മാനേജ് ചെയ്തിട്ടും 1000 കുട്ടിയെ മാനേജ് ചെയ്തിട്ടും പഠിച്ചു വന്നതുകൊണ്ട് 1 ലക്ഷം കുട്ടി വന്നാലും ഇനി 10 ലക്ഷം കുട്ടികൾ വന്നു കഴിഞ്ഞാലും നമ്മളെ സംബന്ധിച്ചിട്ട് അതെങ്ങനെ മാനേജ് ചെയ്യാമെന്ന് പഠിക്കാൻ പറ്റി. നമുക്കൊരു വലിയൊരു ഹയറാർക്കിയുണ്ട്. വലിയൊരു പ്രസ്ഥാനത്തെ ആകുമ്പോൾ വലിയൊരു ഹയറാർക്കി, CEO-യും അതുപോലെ തന്നെ CFO-യും CMO-യും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മാനേജറും സെയിൽസ് മാനേജറും അക്കാഡമിക് മാനേജറും ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ ശൃംഖലയിലൂടെ വന്നിട്ട് വരുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ സ്യൂസ് എന്നുള്ളത്. അതല്ലാതെ പെട്ടെന്ന് ഞാൻ വന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ വന്ന് പൊട്ടിമുളച്ച പ്രസ്ഥാനമല്ല ഈ ഒരു സ്ഥാപനം എന്നുള്ളതാണ് നിങ്ങളെ ഞാൻ അറിയിക്കുന്നത്. കഠിനമായി പ്രവർത്തിച്ചു. 2016 മുതൽ 2022 വരെ ഞാൻ 22 മണിക്കൂറാണ് പണിയെടുത്തിട്ടാണ് സ്യൂസ് തുടങ്ങിയിട്ടുള്ളത്. 22 മണിക്കൂർ ഉറങ്ങുള്ളൂ. ചിലപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ഇങ്ങനെ വന്നിട്ട് കിടന്നുറങ്ങിയിട്ട് ഉമ്മാനോട് പറയും, ഒരു കാര്യം ചെയ്യേ, ഇന്നൊരു 2 മണിക്ക് വിളിക്കണം, എനിക്ക് കാസർഗോഡ് പോകാണ്ടെന്ന്. കാസർഗോഡ് നിന്ന് വന്നിട്ട് ചിലപ്പോൾ വരുന്നത് ഉച്ചക്കായിരിക്കും. 2 മണിക്കൂർ ഇറങ്ങിയിട്ട് എനിക്ക് 3 മണിക്ക് പോകണം, എന്നെ വിളിക്കണം കേട്ടോ എന്ന്. ഇങ്ങനെ ഏകദേശം 6 വർഷം 22 മണിക്കൂർ ഞാൻ പണിയെടുത്തിട്ടുണ്ട്.
നമുക്ക് ഒരു പക്ഷേ ഇങ്ങനെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ 2 ലക്ഷം, ഇപ്പം നിങ്ങൾ നേരത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ തോന്നി ഇത് ഭയങ്കര ഈസിയായ പ്രോസസ്സാണെന്നുള്ളത്. ഒരു സംവിധാനത്തിലോട്ട് ഇറങ്ങുമ്പോഴാണ് ഇതിൻ്റെ പ്രയാസവും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇന്ന് ഇവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് വളരെ സന്തോഷത്തോടെ പറയാൻ പറ്റും, ഇത്രയും കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു 10 20 ഉള്ളിൽ കോളേ എനിക്ക് വരുള്ളൂ. കാരണം ഞാൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞു. ഇനി ഞാനില്ലെങ്കിലും ആ സ്ഥാപനം ഓടിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് എന്തെങ്കിലും നമുക്കൊരു സുഖമില്ലാത്തൊരവസ്ഥ പോലും ആ കമ്പനി അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓരോ ഹോം അക്കാഡമി ഹെഡുമാരും അവരെ സംബന്ധിച്ചിട്ട് ഇന്ന് അവരുടെ അന്തസ്സിൻ്റെയും അഭിമാനത്തിൻ്റെയും നിമിഷമാണ്. ഒരുപാട് നേട്ടങ്ങൾ നേടിയിട്ടുള്ള പ്രൊമോട്ടർമാരും കോർഡിനേറ്റർമാരും ഹോം അക്കാഡമിക്കാരും ഒക്കെ ഇന്ന് ഇവിടെ നമ്മളെ കൂടെ വന്നിട്ടുണ്ട്. അവരുടെ നേട്ടങ്ങൾ അവരുടെ പേരൻസിൻ്റെ മുന്നിൽ അന്തസ്സോടെ അഭിമാനത്തോടെ വാങ്ങാനുള്ളത്. സ്യൂസിൽ വർക്ക് ചെയ്യുന്ന ഓരോ പ്രൊമോട്ടർമാരോടും കോർഡിനേറ്റർമാരും ഹോം അക്കാഡമിക്കാരും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ സത്യം മുറുകെ പിടിക്കുക, നീതിയുടെ കൂടെ യാത്ര ചെയ്യുക. അതല്ലാതെ നമ്മൾ ഒരാളെയും താഴ്ന്നോ അതല്ലെങ്കിൽ ഒരാളെയും മോശമായി ചിത്രീകരിച്ചോ ഒന്നുമല്ല. നേരത്തെ മാറാ സാറോട് ഞാൻ അവിടെ നിന്ന് സംസാരിക്കണ്ടായി. സാർ ചോദിച്ചു, സാർ സ്യൂസിൽ മറ്റുള്ള രീതിയിൽ കുറേ ഡയറക്റ്റ് ബോർഡ് മെമ്പേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. ടീച്ചേഴ്സ് പോലും സ്ത്രീകളാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയമാണ്. ഒരു നമ്പർ മതി നാളെ ഒരു പെൺകുട്ടിയുടെ ജീവിതം അവസാനിക്കാൻ. അത്രയും സൂക്ഷ്മമായിട്ടാണ് ഓരോ കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നത്. പേടിയുണ്ട്. കാരണം നമ്മൾ അപ്പോയിൻ്റ് ചെയ്യുന്ന ഓരോരുത്തരെയും ആ വിധത്തിൽ നിന്ന് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ നീക്കം ചെയ്യാറുണ്ട്. ഒരു ചെറിയ കംപ്ലൈൻറ്റ് പോലും വന്നാൽ ഞാൻ അപ്പോൾ ഏതെങ്കിലും ജെൻ സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു വിഷയം വന്നാൽ പോലും ഞാൻ നീക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ സ്ഥാപനത്തിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലോട്ടെന്നെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ഒഴിവാക്കണം. അല്ലെങ്കിൽ അത് അവിടെ ഇങ്ങനെ കിടന്നിട്ട് കേടുവന്ന് പോകും. അതുകൊണ്ടാണ് ഈ സ്ഥാപനം ഇങ്ങനെ വളർന്നു വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും വരുന്ന 2-3 വർഷം കൊണ്ട് 100 കോടി വാല്യുള്ള ഈ കമ്പനി നമ്മൾ ഒരു 1000 CR വാല്യൂഡ് കമ്പനിയായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പദ്ധതികളും നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. എല്ലാ കോഴ്സുകളും വരുന്നുണ്ട്. 200-ലേറെ കോഴ്സുകൾ വരുന്നുണ്ട്. സ്യൂസിൻ്റെ കൂടെ ആരൊക്കെ നിൽക്കുന്നുണ്ടോ എല്ലാവർക്കും ഇന്ന് എനിക്ക് അഭിമാനത്തോടെ നിങ്ങളെ മുന്നിൽ നിന്ന് പറയാൻ പറ്റും, നിങ്ങൾക്കും ഒരു ദിവസം ഇവരെ പോലെ ഇവിടെ വന്നിരിക്കാൻ പറ്റുമെന്നുള്ളത്. അത് പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. യാത്രയിടക്ക് ഞാൻ പറഞ്ഞു, യാത്രയിലിടക്ക് വന്നും പോയി ഇരിക്കുന്നതൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, ചിന്തിക്കരുത്. മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. എന്താണോ സ്യൂസിൻ്റെ മോട്ടോ, എന്താണോ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ മോട്ടോ, എന്താണോ ഈ പ്രസ്ഥാനത്തിൻ്റെ ചിന്താഗതി, വിഷന്, ഇത് പെർഫെക്റ്റ് ആണെങ്കിൽ ഞാൻ രക്ഷിതാക്കളോട് പറയുന്നു, നിങ്ങളെ മക്കളെ, നിങ്ങളെ ഭാര്യമാരെ, നിങ്ങളുടെ ആരാണോ നിങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്നത് അവർക്ക് ധൈര്യമായി സ്യൂസിൽ കടന്നു വരാം. ഞാൻ ഇവിടെ നിങ്ങളെ മുന്നിൽ തലയുയർത്തി പറയണമെന്നുണ്ടെങ്കിൽ 100% എനിക്ക് ഉറപ്പാണ്, ഞാൻ നിങ്ങളുമായിട്ട് ആ രീതിയിൽ നിൽക്കാറുള്ളൂ. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നീട്ടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മൊമെൻറ്റുകൾ കൊടുക്കാൻ നമുക്കുണ്ട്. അതിലിടയ്ക്ക് സൈജു മാരാർ സാറുടെ മനോഹരമായ ട്രെയിനിങ് സെഷനുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ഒരു സെയിൽസിനെ നമുക്ക് ഒരു ഡാറ്റ ഡീലീഡ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ക്ലോസ് ചെയ്യാമെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. ഇതിനാണ് നിങ്ങളെല്ലാവരും വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. കൂടെ നിങ്ങളെ കാണാനും നിങ്ങൾക്ക് അച്ചീവ്മെൻറ്റ് നേരിട്ട് കാണാനും വാങ്ങാനും ഒക്കെ ആയിട്ട് ഈ ഒരു പരിപാടിക്ക് ഞാൻ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച് ഷെയ്സി ഹാരിസ് സാർ. താങ്ക് യു വെരി മച്ച്. ആണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രോഗ്രാംസുകൾ ഒഫീഷ്യൽ ട്രെയിനിങ് ഫംഗ്ഷൻ നമുക്ക് ആരംഭിക്കേണ്ടതുണ്ട്. അപ്പോൾ 2 ആളുകൾ മാത്രമാണ് പിന്നെ ഒരു ഫെലിസിറ്റേഷൻ മാത്രമുള്ളത്. സോ ഐ ഇൻവൈറ്റ് ഭാവു മാസ്റ്റർ പ്ലീസ്. ഗുഡ് മോർണിംഗ്. ആദരണീയനായ സ്വീസിൻ്റെ നട്ടെല്ല് പ്രിയപ്പെട്ട ഹാരിസ് സാർ, ഇവിടെ കൂടിയ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കാൻ, വാക്കുകൾ കൊണ്ട് പ്രചോദിപ്പിക്കാനെത്തിയ ഷൈജു മാരാർ സാർ, എൻ്റെ പ്രിയ സഹപ്രവർത്തകൻ റിഫ ഷെലീസ്,
റുക്സാന മാം, യൂനുസ് സാർ, ഹോം അക്കാദമി മേധാവികളെ, സ്വീസിൻ്റെ നട്ടെല്ലായി നിൽക്കുന്ന, നട്ടെല്ലിനോട് ചേർന്ന് നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്വീസിൻ്റെ കോർഡിനേറ്റേഴ്സ്, സ്വീസ് കുടുംബാംഗങ്ങളെ, വളരെ വിലപിടിച്ച സമയമാണ്. ഞാൻ അധികം ചെലവഴിക്കുന്നില്ല. ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ. സ്വീസ് എന്ന ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ സവിശേഷത എന്താണ് എന്ന് ഒരാൾ 3 സവിശേഷത എഴുതാൻ പറഞ്ഞാൽ അതിൽ ഒന്നാമത്തെ സവിശേഷത അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് CPM ഹാരിസ് ആണ് എന്നതാണ്. രണ്ടാമത്തെ സവിശേഷത അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് CPM ഹാരിസ് ആണ്. മൂന്നാമത്തെ സവിശേഷത ചോദിച്ചാലും അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് CPM ഹാരിസ് എന്നാണ്. വേറൊരു സവിശേഷതയും എനിക്ക് പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പരസ്യവാചകം ഉണ്ടല്ലോ, പേര് പറഞ്ഞാൽ മതി, ഗുണനിലവാരം അതിലടക്കം. കാരണം പല സ്ഥാപനങ്ങളുടെയും മേധാവികളെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ വാല്യൂ ആയിരിക്കും ഏറ്റവും മേളിൽ നിൽക്കുന്നുണ്ടാവുക. 2017 മുതൽ 2017 ഇതുപോലൊരു വേദിയിൽ തൃശ്ശൂർ ടൗൺ ഹാളിൽ വെച്ചാണ് ഹാരിസ് സാറ് ഞാനും ഒരുമിച്ച് പ്രവർത്തിച്ച് തുടങ്ങുന്നത്. അത്രയും അടുപ്പമുണ്ട് ഹാരിസ് സാറുമായിട്ട്. മോറൽ വാല്യൂ ആണ് ഹാരിസ് സാറിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് പ്രിഫറൻസ്. അതുകൊണ്ടാണ് ഹാരിസ് സാറ് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയത്ത് നിങ്ങളോട് സൂചിപ്പിച്ചത്, ഒരു അധ്യാപകനാണെങ്കിൽ പോലും, എത്ര മിടുക്കനായ അധ്യാപകനാണെങ്കിൽ പോലും ഒരു പരാതി കിട്ടിയാൽ വെച്ച് പൊറുപ്പിക്കാത്തൊരു പ്രകൃതമുള്ളത് ഈ ഒരു മോറൽ വാല്യൂ കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടാണ്. അത് എടുത്തു പറയേണ്ട ഒരു സംഗതി തന്നെയാണ്. രണ്ടാമത്തത്, നിങ്ങൾ ആരാണെങ്കിലും ഇതിൽ സ്വീസിൽ അഡ്മിഷൻ എടുക്കുന്ന ഒരു വിദ്യാർത്ഥി നൽകുന്ന പണത്തിന് അവർ ആഗ്രഹിക്കുന്നതിനപ്പുറം വാല്യൂ കാണുന്നു എന്നുള്ളതാണ് അതിൻ്റെ, ഞാൻ ഈ പറഞ്ഞ പേരിൻ്റെ ഏറ്റവും വലിയ വേറൊരു സവിശേഷത. കാരണം എത്ര കൊടുത്താലും ഹാരിസ് സാറിന് മതിയാവില്ല. അവർക്ക് കുറച്ചും കൂടെ എന്താണ് ഇനിയും കൂടുതൽ ആയിട്ട് ചെയ്തു കൊടുക്കാൻ കഴിയുക എന്നാണ് ഓരോ സമയത്തും അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഇങ്ങനെ ഓരോ സമയത്തും ഇത് സ്വീസ് എങ്ങനെ വളരണം എന്നതിനേക്കാളേറെ ഞാൻ മനസ്സിലാക്കുന്നത്, സ്വീസിൽ നിലവിൽ അഡ്മിഷൻ എടുത്തൊരു വിദ്യാർത്ഥിക്ക് അവരുടെ ആ പണത്തിൻ്റെ മൂല്യം എത്ര ഇരട്ടിയായി തിരിച്ചു കൊടുക്കാൻ കഴിയുമെന്ന ഒരു ചിന്ത, ഒരു പക്ഷെ അതായിരിക്കും, ആ മനസ്സ് അറിയുന്നത് കൊണ്ടായിരിക്കണം ഈ സ്വീസ് ഇത്ര വേഗം പടർന്ന് പന്തലിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്നാണ് എൻ്റെ ഈ ഒരൊറ്റ നിൽപ്പിലുള്ള ആശംസ. എൻ്റെ പ്രിയപ്പെട്ട വേദിയിലിരിക്കുന്ന എല്ലാവരെയും ഹൃദയം ചേർത്ത് അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഇവിടെ ഇരിക്കുന്നവരോട് പറയാനുള്ളത്, അടുത്ത തവണ ഇതുപോലൊരു സന്ദർഭത്തിൽ ഈ ഇരിക്കുന്നവരിൽ നിന്ന് ഒരു നിശ്ചിത എണ്ണമെങ്കിലും ഇവരുടെ കൂടെ ഇതേപോലെ വന്നിരിക്കാൻ നിങ്ങൾ പ്രാപ്തരാകണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. നെക്സ്റ്റ് ഐ ഇൻവൈറ്റ് റിഫ സാർ പ്ലീസ്. ഏറ്റവും പ്രിയപ്പെട്ട ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ പ്രിയപ്പെട്ട ഹാരിസ് സാർ, ഷൈജു മാരാർ സാർ, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. സ്വീസ് എന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ കണ്ണികളായിട്ട് പ്രവർത്തിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമ്മളൊരു പ്രസ്ഥാനത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ അതിലേറ്റവും പ്രധാനം അതിൻ്റെ ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി എപ്പോഴും കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണ് സ്വീസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നേരത്തെ ബാബസാറ് പറഞ്ഞ പോലെ നമ്മുടെ പ്രിയങ്കരനായ ചെയർമാൻ ഹാരിസ് സാറിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരു ഒരു പൊതുവിദ്യാലയത്തിലെ അധ്യാപകരാണ്. ഞാനായാലും ബാമാഷായാലും ഞങ്ങൾക്ക് ഒരുപാട് ട്രെയിനിങ് കിട്ടുന്ന ആളുകളാണ്.
ഞാനതുപോലെ തന്നെ JC എന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് സംഘടനയുടെ ഭാഗമാണ്. ഞങ്ങൾ ആ വഴിയും എനിക്കും ഒരുപാട് ട്രെയിനിങ് കിട്ടുന്ന ആളാണ്. പക്ഷെ എന്നാൽ പോലും ഈ 2 വർഷത്തിനിടയിൽ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സഹായിച്ച ഒരു പ്രസ്ഥാനം കൂടിയാണ് സീസ്, പ്രത്യേകിച്ച് ആരിസാറിൽ നിന്ന്. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു ക്വാളിറ്റി, നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു ക്വാളിറ്റി കൂടിയാണത്, ഒരു ഒബ്സർവേഷൻ സ്കില്ലുണ്ട്. ആരെയായാലും, അത് എത്ര ചെറിയ ആളായാലും എത്ര വലിയ ആളായാലും, അത് ഒന്ന് ഒബ്സർവ് ചെയ്യുക. അവർ ചെയ്യുന്ന പ്രവൃത്തിയും അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് അതിൻ്റെ നന്മയെ കൃത്യമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും അതല്ല എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ആ പോരായ്മകളെ കൃത്യമായിട്ട് പറഞ്ഞു തരും, മനസ്സിൽ വെച്ചിരിക്കില്ല. പല ആളുകളെയും നമ്മുടെ സമൂഹത്തിൽ അത് മനസ്സിൽ വെച്ചിരിക്കുകയാണ് ചെയ്യുക. പക്ഷെ ആരിസ് സാർ മുഖത്തു നോക്കി പറയും, ഇത് ഇനിയും പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളുണ്ട്, ആ പോരായ്മകൾ കൂടി പരിഹരിച്ച് വേണം മുന്നോട്ട് പോവാൻ. അതല്ലേ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കും, ശരിയല്ലേ? അങ്ങനെ ആയിരിക്കണം നമ്മളെല്ലാവരും മാറേണ്ടത്. നമ്മൾ ഒബ്സർവ് ചെയ്യണം. നിങ്ങൾ പ്രത്യേകിച്ച് ഇതിൻ്റെ നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന ആളുകളാണ്, നിങ്ങൾ ഈ വിഷയങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കണം, സമൂഹത്തെ ഒബ്സർവ് ചെയ്തിരിക്കണം, പുതിയ പുതിയ കോഴ്സുകളെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ ഏറ്റവും നല്ല കോഴ്സ് ഏറ്റവും ഈ സമൂഹത്തിന്, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തിന് കിട്ടാവുന്ന തരത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഇവിടെ വേദിയിൽ പ്രത്യേകിച്ച് ഒരുപാട് ഹോം അക്കാദമിയുടെ നേതാക്കന്മാർ, ലീഡേഴ്സ് ഉണ്ട്, അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. നിങ്ങൾക്കും ഇതുപോലെ അടുത്ത തവണ അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ എൻ്റെ ഒരു റിക്വസ്റ്റ് കൂടി പറയുകയാണ്. അടുത്ത മാസം എൻ്റെ ഒരു നോവൽ പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ ആ നോവൽ പുറത്തിറങ്ങുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഞാൻ നിങ്ങളെ ഹരിസാർക്ക് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വിട്ടുകൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നിങ്ങൾ പ്രൊമോഷൻ്റെ കൂടെ നിങ്ങൾ കൂടി നിൽക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്ത് ഞാൻ നിർത്തുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്. Thank you very much, Rifa sir. And next I invite for the felicitation, dear Eunice, please welcome the stage, please. നമസ്കാരം. സ്റ്റേജ് പ്രോഗ്രാമിലൊന്നും കൂടുതലൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ നിങ്ങളോട് സംസാരിക്കണം അല്ലെങ്കിൽ എങ്ങനെ തുടങ്ങണമെന്നൊന്നും എനിക്കൊരു ഐഡിയകളില്ല. എന്നാൽ പോലും ഇപ്പോൾ നമ്മൾ അവസാന, അതായത് ലാസ്റ്റ് വീക്കിൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ചാർട്ട് ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് നിത്യമിസ് നമ്മുടെ ഓഫീസിൽ വെച്ച് എന്നോട് ചോദിച്ചു, യൂനസ് പ്രസംഗമെല്ലാം പഠിച്ചിട്ടുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞ് കോൺഫിഡൻറ്റ്, അത് മതി. ആ ഒരു കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കാൻ കയറും. ഒന്നുമില്ലെങ്കിൽ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്താണോ അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് ഞാൻ മറ്റൊരാളുമായിട്ട് അവരെ തോൽപ്പിക്കാനോ, അല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാമിനോ വന്നിട്ടുള്ളത് നമ്മളുടെ ഉള്ളിലുള്ള ആശയങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് മറ്റുള്ളൊരാളെ പറയുന്ന അവരുടെ അപ്പുറം കയറിയിട്ട് നമ്മൾ സ്കൂൾ പ്രോഗ്രാമിന് വേണ്ടിയിട്ടൊന്നല്ലല്ലോ മത്സരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്ന കുറച്ച് ആശയങ്ങൾ ഇപ്പം നിങ്ങളോട് ഷെയർ ചെയ്യുക, അത്രയും കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ നിങ്ങൾക്കൊക്കെ അറിയാം, 2019 സ്വീസ് സ്റ്റാർട്ട് ചെയ്ത് ഓഫ്ലൈനായിട്ട് തുടങ്ങിയ സ്വീസ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഏകദേശം കൊറോണ സമയത്ത് നമ്മൾ ആഗ്രഹിച്ചു സ്വീസിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് ആരിസാറാണെങ്കിലും അതുപോലെ അതിന് ബാക്കിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ ഈ ഒരു ഓൺലൈനുമായിട്ടുള്ള ഒരു സംഭവം നമ്മൾ ആഗ്രഹിച്ചു. അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ തുടങ്ങി. പിന്നീട് നമ്മൾ സ്വീസ് കംപ്ലീറ്റ് ഓൺലൈനിലോട്ട് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഓരോ കുട്ടികൾ അഡ്മിഷൻ എടുക്കുമ്പോഴും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുള്ള കോഴ്സുകളാണ് മുൻഗണന നൽകുന്നത്. ഇപ്പോൾ AI കാലഘട്ടമാണ്. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ChatGPT, അതുപോലെ AI, ഇങ്ങനത്തെ എല്ലാ ഒരുപാട് ഉപകരണം നമ്മുടെ മുന്നിലുള്ള കാലഘട്ടമാണിപ്പോൾ. ഞാനിപ്പോൾ ഒരു യൂട്യൂബിൽ കണ്ടു, ഡ്രൈവർ ഇല്ലാത്തൊരു കാറ്. ഇപ്പം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഡ്രൈവർ ഇല്ലാത്തൊരു കാറ് പോകുമ്പോൾ ആർക്കൊക്കെയാണ് അവിടെ നഷ്ടങ്ങൾ, ആർക്കൊക്കെ എന്തൊക്കെ ലാഭങ്ങളുണ്ട്, അതിനൊരുപാട് മെറിറ്റ്സുകൾ ഉണ്ടാവും, ഡിമെറിറ്റ്സുകൾ ഉണ്ടാവും. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിൻ്റെ ബാക്കിൽ ഒരുപാടുണ്ട്. ആരെങ്കിലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ?
ഈ ഒരു AI കാലഘട്ടത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു കാറ് ഇറക്കുന്നുണ്ടെങ്കിൽ വൈകാണ്ട് നമ്മൾ ഇന്ത്യയിലൊക്കെ അത് വരും. ഈ ഒരു കാർ ഇറക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവർ ആവശ്യമില്ല. നമുക്ക് കറക്റ്റ് സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്താൻ പറ്റും. പക്ഷെ അതിന് പുറമെ ഒരുപാട് നഷ്ടങ്ങൾ, മീൻസ് ഡ്രൈവർ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് ഡ്രൈവേഴ്സിന് ജോലി പോകുന്നുണ്ട്. അതുപോലെ അതിന് മറ്റൊരു നഷ്ടമാണ് നമ്മുടെ ഇൻഷുറൻസ് കമ്പനികൾ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിലൊക്കെ കൂടുതൽ രോഗികളുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. അപ്പോൾ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ആക്സിഡൻറ്റ് സംഭവിക്കില്ല. അപ്പോൾ ആക്സിഡൻറ്റ് സംഭവിക്കാണ്ടിരിക്കുമ്പോൾ ഒരുപാട് ഹോസ്പിറ്റലുകൾക്ക് നഷ്ടങ്ങൾ വരും. അപ്പോൾ അതുപോലെയുള്ള AI കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളും ലാഭങ്ങളൊക്കെ സംഭവിക്കും. ഇപ്പോൾ നമ്മൾ AI ഒരു കോഴ്സ് ഇറക്കി നിങ്ങൾ മുന്നിലോട്ട് തന്നിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ കഴിഞ്ഞു പോയ കാലങ്ങളെ പറ്റിയോ കഴിഞ്ഞു പോയ 5 വർഷങ്ങളെ പറ്റിയോ ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നത് വരാനിരിക്കുന്ന 10 വർഷം അല്ലെങ്കിൽ വരാനിരിക്കുന്ന 5 വർഷം, അതിന് കറക്റ്റ് ഒരു ഷെഡ്യൂൾ, ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് അതിൽ പെട്ട കാര്യങ്ങൾ പലതും നിങ്ങൾ മുന്നിലോട്ട് എറിഞ്ഞു തരികയാണ്. അത് നിങ്ങൾ പലരും എന്ത് ചെയ്യണം, ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റേജിലിരിക്കുന്ന ഹോം അക്കാഡമി ടീമുകളെ പോലെയുള്ള ആളുകളായി നിങ്ങളും നാളെ മാറണമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളുടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള ഉദ്ഘാടന ഫംഗ്ഷൻ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വേദിയിൽ ഒരുപാട് ആളുകളുണ്ട്, അവരൊക്കെ ആശംസകൾ പറഞ്ഞതായിട്ട് അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാ ഹോം അക്കാഡമിയുടെ ഹെഡുകളും ആശംസ പറഞ്ഞ് അറിയിക്കുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഇവിടെ എത്തിയിട്ടില്ല, മറ്റൊരു പരിപാടിയിൽ കൂടി അദ്ദേഹത്തിന് പങ്കെടുക്കേണ്ടത്. അതുകൊണ്ട് ഈ പരിപാടിയുടെ ക്ഷണം സ്വീകരിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ഷൈജു മരാസ് സാറുള്ള സ്വീസിൻ്റെ സ്നേഹാദരം നമ്മൾ ആദ്യം ഇവിടെ നൽകുകയാണ്. സോ ഐ ഇൻവൈറ്റ് ഹോണറബിൾ ചെയർമാൻ സ്വീസ Sri CPM Hari sir hand over the token of appreciation, token of love from the Swiss Dr. Shaiju Mara. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നെക്സ്റ്റ് 2 ആളുകൾക്കുള്ള സ്നേഹാദരം നൽകുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഭാവ മാസ്റ്റർ, അദ്ദേഹത്തിനുള്ള ഒരു സ്നേഹാദരം ഈ വേദിയിൽ വെച്ച് നൽകുന്നു. ഐ ഇൻവൈറ്റ് വൺസ് അഗൈൻ ശ്രീ CPM ഹാരി സർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സ്വീസിൻ്റെ ഔദ്യോഗികമായിട്ട് പ്രാർത്ഥനാ ഗാനം രചിച്ചതും കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ബാമാസ്റ്റ. അപ്പോൾ അദ്ദേഹത്തിനുള്ള സ്നേഹാദരം നൽകുന്നു. അതേ കൂടെ തന്നെ ചെറിയ കുഞ്ഞു ഒരു സ്നേഹ സമ്മാനം, ഒരു ക്യാഷ് അവാർഡും കൂടി അദ്ദേഹത്തിന് നമ്മൾ നൽകുകയാണ്. സോ പ്ലീസ്. താങ്ക് യു വെരി മച്ച്. നെക്സ്റ്റ് ഐ ഇൻവൈറ്റ് നമ്മുടെ മറ്റൊരു സ്നേഹാദം നൽകി നമ്മുടെ പ്രിയപ്പെട്ട റിഫ സാറാണ്. ഇത് മനോഹരമായിട്ട് കോർഡിനേറ്റ് നമ്മുടെ റിഫ സാറാണ്. ക്യാമ്പുകളൊക്കെ മനോഹരമായിട്ട് എൻ്റർടൈൻ ചെയ്ത് ക്ലാസ് എടുക്കുന്നതാണ് റിഫ സാറിന്. സ്വീസ് എറ്റക്കിൻ്റെ സ്നേഹാദരം ഒരു ക്യാഷ് അവാർഡ് നമ്മൾ നൽകണം. സോ പ്ലീസ് സർ. താങ്ക് യു വെരി മച്ച്. ഇനി നമ്മുടെ ട്രെയിനിങ് സെഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വേദിയിലുള്ള എല്ലാ ആളുകളും ഓഡിയൻസിൽ ഇരുന്ന് കഴിഞ്ഞാൽ ട്രെയിനിങ് സെഷൻ ആരംഭിക്കാം. അതിനുശേഷം നമുക്ക് ഒരുപാട് ആളുകൾക്കുള്ള ഓക്കെ, ജസ്റ്റ് വെയിറ്റ് പ്ലീസ് സ്റ്റേ ദേർ. നമ്മുടെ ഹോം അക്കാഡമി ടീമുകൾ നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാനുള്ള ഒരു ചെറിയൊരു കുഞ്ഞു ഗിഫ്റ്റ് ഇവിടെ പ്രസൻറ്റ് ചെയ്യാണ്. സോ പ്ലീസ് എക്സ്ക്യൂസ് മീ. നമ്മുടെ ഹോം അക്കാഡമിയുടെ ചെറിയ സ്നേഹാദരം ഇവിടെ നൽകുകയാണ്. പ്ലീസ്.
താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. ഇനി എല്ലാ ഹോം അക്കാഡമി ആളുകളും ഓഡിയൻസിലേക്ക് ഇരിക്കണമെന്ന് ഒരു വിനീതമായി റിക്വസ്റ്റ് ചെയ്യണം.